അപ്പോൾ ശിവന്റെ മുടിയിൽ നിന്ന് അല്ലെങ്കിൽ മുടി പറിച്ചിട്ട് ആ ദേഷ്യത്തെ ഇട്ട് അവിടെ വന്ന് എന്താണ് പറയുക എല്ലാം വേടൻ അല്ലെങ്കിൽ ആ മലയറിയൻ ഒരു പ്രാവശ്യം ഒരു പാറയിൽ ടച്ച് ചെയ്തപ്പോൾ ഇന്ന് മീൻസ് ആ ഒരു എനർജിനെ കൂളായിട്ട് കൂളിംഗ് എഫക്റ്റ് ആക്കി എടുക്കണം. അതോടൊപ്പം നമ്മളും കൂളിംഗ് ആണ്. നമ്മളെന്ത് കൊടുക്കുന്നോ അത് തിരിച്ചു വരുന്നു എന്ന പോലെ കൺസെപ്റ്റ് പോലെ. കൊട്ടിയൂരപ്പനെ നേരിട്ട് കണ്ടു എന്നാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തിരിച്ചു ചോദിച്ചു ആളെ കാണാൻ. അപ്പോൾ അവർക്ക് മനസ്സിലായി വഴി കാട്ടിയതാണ്. ആ 28 ദിവസം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടെക്നിക്കുകൾ എന്താ വെച്ചാൽ നമ്മൾക്ക് പണം വരണമെങ്കിൽ നമ്മൾ പണം കൊടുക്കണം. പല രീതിയിൽ ദാനമായിട്ട് കൊടുക്കണം. മഹാദേവ് ഒന്ന് ശ്രദ്ധ പോയാൽ പാർവതി കാളിയായി മാറും. മഹാദേവനോട് ഭയങ്കര ലവാണ്. അത് മീൻസ് ആ ഒരു പവർ ഭയങ്കര. ഇത് നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മുടെ വീട്ടിൽ നമുക്ക് പവർ ഉണ്ട്. നമസ്കാരം. അമേസിംഗ് റേയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഔട്ട്ഡോറാണ്, ഒരു വനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. അതെന്തായാലും ഇൻ്റർവ്യൂവിനോട് കൂടി അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന്. ഇന്ന് നമ്മോടൊപ്പം ഷാജി ഭാസ്കർ സാറാണ്. സാറിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മുടെ ചാനലിലൂടെ പോയി. ഒരുപാട് പ്രേക്ഷകർ വിളിച്ചു. അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ വിളിച്ച കോളുകളുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും അദ്ദേഹം തന്നെയാണ് നമ്മളോടൊപ്പം. നമുക്ക് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. ഹര 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 മഹാദേവ്. അടിപൊളി. എന്താണ് ഇത്ര ഊർജ്ജസ്വരമായിട്ട് നിൽക്കുന്നത്? ശിവന്റെ ഊർജ്ജം. നമ്മളിപ്പോൾ കൊട്ടിയൂരിലേക്കാണ് അടുത്ത യാത്ര. യെസ്, അതാണ് ഞാൻ പ്രേക്ഷകർ ആദ്യം പറഞ്ഞു. നമ്മളെന്താണ് ഈ വനത്തിൽ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം എന്താണ്? കൊട്ടിയൂരപ്പൻ്റെ ഉത്സവം തുടങ്ങാൻ പോകുന്നു. വൈശാഖ മഹോത്സവം തുടങ്ങാൻ പോകുന്നു. 28 ദിവസം ഉത്സവത്തിൽ ആ കാടിനകത്താണ് ഭഗവാന്റെ ചരിത്രം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ നന്നായിട്ട് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് 1 ലക്ഷം പേര് കാണുന്ന രീതിയിലേക്ക് അത് ഉയർന്നു. അതിൽ കൂടുതൽ 2 ലക്ഷം 10 ലക്ഷം. അതെ പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഭഗവാന്റെ ചരിത്രവും ഭഗവാന്റെ ചരിതവും ഒക്കെ വെച്ചിട്ട് ഈ വീഡിയോ കൊണ്ടുപോകണമെന്ന് എൻ്റെ താല്പര്യം. കാര്യം കൊട്ടിയൂരപ്പനെ ആഗ്രഹിക്കുന്ന, കാണാൻ ഇഷ്ടപ്പെടുന്ന ഡിവോട്ടീസ് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ നിരന്തരം കണ്ടുവരുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഗിഫ്റ്റും കൂടെയാണ് ഈ ഒരു എപ്പിസോഡ്. സാറിനെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇത് ഈ ഒരു അവസരം തന്നതിനും അതുമാത്രമല്ല അതോടൊപ്പം മഹാദേവൻ്റെ കൂടെയുള്ള യാത്ര ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് ശരിക്കും. അപ്പോൾ കൂടുതൽ ആളുകളെ മഹാദേവനിലേക്ക് എത്തിക്കുക, ആ ചൈതന്യത്തിലേക്ക് നമ്മൾ എത്തിക്കുക, കൊണ്ടുപോവുക. പക്ഷേ നമുക്ക് ഇവിടെ കൊട്ടിയൂർ ചരിത്രം വേറെയാണ്. കാരണം സതീദേവി പിന്നെ ആ ഒരു ആത്മഹത്യ വെച്ച് നടന്ന സ്ഥലം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഹോമമൊക്കെ നടന്ന് ഭൃഗുമുനിയുടെ നേതൃത്വത്തിൽ ദക്ഷയാഗം എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷേ ശിവനും പാർവതിയും മാത്രം ക്ഷണിച്ചില്ല. പക്ഷെ പാർവതി ശിവനോട് പെർമിഷനോട് കൂടിയിട്ട് ഒന്ന് പോയി നോക്കട്ടെ എന്ന് ചോദിച്ച് പോയി. അവിടെ അച്ഛനോട് ശിവനെ പറ്റി ഒന്ന് പറയുമ്പോൾ ഇൻസൾട്ട് ചെയ്ത് വിട്ടുവെന്ന് മാത്രമല്ല, പക്ഷെ ആ ഒരു ക്ഷീണം പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ പോയാൽ ഈ ഒരു അവസ്ഥയിൽ തിരിച്ചു വരരുത് എന്നും കൂടി ശിവൻ വാണിയും കൊടുത്തിരുന്നു. പക്ഷെ അത് കേട്ട് പാർവതി എന്ത് ചോദിച്ചാൽ അവിടെ പോയി തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സ്റ്റേജ് കൂടി ചിന്തിച്ച് ആത്മഹത്യ ചെയ്തു. ശരിക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ശരി അതാണ് ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ ഏറ്റവും ദൃഢമായ ഒരു ഇതാണ്. ശരിക്കും അത് കഴിഞ്ഞപ്പോഴും ആ ശരീരം എടുത്ത് ശിവൻ നൃത്തം ചെയ്തു. അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം പ്രകടമാക്കി. ഒരു ഭർത്താവിൻ്റെ വിരഹം, വിഷമം, സങ്കടം എല്ലാമാണ് ശരിക്കും അവിടെ പ്രതിനിധിച്ചത്. അത് ദൈവം അല്ലെങ്കിൽ ദൈവം എന്ന ഹൈ മഹാഗുരു എല്ലാ തലത്തിലുള്ള ആൾ പോലും ആ നിമിഷത്തിൽ തകർന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ ആ ദേഷ്യത്തിൽ ശരിക്കും പറയാം 33 മുക്കോടി ദേവതകളും കൊണ്ട് സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ശിവൻ്റെ മുടിയിൽ നിന്ന് അല്ലെങ്കിൽ മുടി പറിച്ചിട്ട് ആ ദേഷ്യത്തെ ഇട്ട് അവിടെ വന്ന് എന്താണ് പറയുക എല്ലാ എനർജി ഫോഴ്സുകളും കൂടി വന്നിട്ട് എന്താ പറയുക യജ്ഞാചാര്യൻ ഭൃഗുമുനിൻ്റെ പോലും താടി പോലും വലിച്ചെറിഞ്ഞു. ആ താടിയാണ് ശരിക്കും അവിടെ സിംബോളിക്കലായിട്ട് ഓരോ വീടുകളുടെ മുന്നിൽ വെക്കുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉള്ള അതിനൊരു പേരുണ്ട്, ഓടപ്പൂ. അപ്പോൾ ഓരോരുത്തരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓടപ്പൂ മേടിച്ച് അവരുടെ വീട്ടിൻ്റെ മുന്നിൽ വെക്കുന്നത് സിംബോളിക്കലാണ്. ഈ വീട്ടിൽ ഈ നെഗറ്റീവ് എനർജി വരില്ല. പലർക്കും അർത്ഥം അറിയില്ല എങ്കിലും അതുകൊണ്ട് വെക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു എനർജി ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് സിംബോളിക്കാണ് എല്ലാം. അപ്പോൾ പിന്നീട് ശിവൻ അല്ലെങ്കിൽ ആ എനർജി ഊർജ്ജം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബന്ധങ്ങൾ നിലനിർത്താനും ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി വരാതിരിക്കാനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊട്ടിയൂരിലെത്തുന്ന ഒരു അടുത്ത വർഷത്തേക്ക്
നമ്മൾ പുതുക്കുന്നത് പോലെ, അതെ. ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് പോലെ എനർജി. അപ്പോൾ ആ ഭഗവാന്റെ ആ ഊർജ്ജത്തെ ഈ വർഷം അടുത്ത വർഷത്തേക്ക് നമ്മൾ ഓരോ ഹിന്ദുവും അല്ലെങ്കിൽ എല്ലാ ആളുകളും ഒരു പ്രാവശ്യമെങ്കിലും ആ ഭഗവാനെ പോയി തൊഴുത് ഭഗവാന്റെ ഊർജ്ജം അനുഭവിച്ച് ശരിക്കും പറഞ്ഞാൽ എനർജറ്റിക് ആവണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. എല്ലാ ദൈവങ്ങളും കാശി പോലെ, എനിക്ക് ഏറ്റവും കാശി പോലെ, അതെ കാശി പോലെ. കാശി എന്താണ്? കാശിയിൽ എന്തുകൊണ്ട് കാശി ദക്ഷിണ കാശി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? 30 കോടി ദേവതകളും ഇവിടെയും ഉണ്ട്, അവരുടെ സാന്നിധ്യങ്ങളുണ്ട്. അതായത് ഹയർ ലെവൽ മുതൽ ലോവർ ലെവൽ വരെ എല്ലാ എനർജി ഫോഴ്സുകളും, ഗംഗാദേവി പോലും തീർച്ചയായിട്ടും അവിടെ അതിനാണ് നമ്മൾ ഓട്ടോമാറ്റിക് അവിടെ ചവിട്ടി, ആ ജലത്തിൽ ചവിട്ടിയിട്ടാണ് ഈറനായിട്ട് പഞ്ചാക്ഷരി ജപിച്ച് അവിടെ ചവിട്ടി, അവിടെയാണ് പൂജ, വെള്ളത്തിലാണ് പൂജ, വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ചടങ്ങുകൾ. എനിക്ക് അതിൽ ഈ ചടങ്ങുകളുടെ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ ഈ അതിശയിപ്പിക്കുന്ന ഒരു ഇതാണ്. കാടിനകത്താണ്, കൊടും വനമാണ്, ബിൽഡിങ് ആ സമയത്ത് ഓല കിട്ടിയ ആ സമയത്ത് അതിനുവേണ്ടി മാത്രം വർഷങ്ങൾ എത്ര പഴക്കമുള്ള ഇതാണെന്ന് പറയാം. ആ ശിവ ചൈതന്യം പോലും ശരിക്കും പറഞ്ഞാൽ ഒരു വേടൻ അല്ലെങ്കിൽ ആ മലയറിയൻ ഒരു പ്രാവശ്യം ഒരു പാറയിൽ ടച്ച് ചെയ്തപ്പോൾ അതിന് ബ്ലഡ് വന്നു. അങ്ങനെയാണ് ഈ ഇതിലേക്കെല്ലാം ശരിക്കും ഇതിലേക്ക് എത്തുന്നത്. ശിവചൈതന്യം ഉണ്ട്, ഇത് നടന്ന സ്ഥലം ഇവിടെയാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അതിനെ പ്രശ്നം വെച്ച് ചിന്തിച്ച് ബ്രഹ്മാവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണല്ലോ. തീർച്ചയായിട്ടും അതായത് എല്ലാവരും ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. ഹിന്ദു ദേവതകൾ ചൈതന്യങ്ങളിൽ എല്ലാവരും എത്തിപ്പെടുന്ന ആ ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാനും, അതോടൊപ്പം ഞാനും ഈ പ്രാവശ്യം നിങ്ങളുടെ കൂടെയുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ മഹാദേവ ഖണ്ഡത്തിനെ ഞാൻ നിങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇപ്പം പലരും ഇപ്പം ജാതി മതമൊന്നും കൊണ്ട് ഇപ്പോഴും ഈ യുഗത്തിൽ പോലും, അല്ലെങ്കിൽ ഈ യുഗത്തിൽ പോലും, ഈ കാലഘട്ടത്തിൽ പോലും അതൊക്കെ പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കുന്നു. പക്ഷേ കൊട്ടിയൂർ നേരെ തിരിച്ചാണ്. എല്ലാവരും വനവാസികളും എല്ലാ ജാതികളും അവിടെ ഒരു, കാരണം അവിടെ ഒരു തീണ്ടലോ ഒരു നെഗറ്റീവ് ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് അവിടെ ഇത്ര ദിവസത്തെ ചടങ്ങ് നടക്കുന്നു. ഇപ്പം ഈ 28 ദിവസം ഒരു ചടങ്ങുണ്ട് അതായത് ശരിക്കും ശുദ്ധീകരണമാണ്. ശരിക്കും കരിക്കെന്ന് വെച്ചാൽ എന്താണ്? തണുപ്പിക്കാൻ കൂടിയിട്ടാണ്. ശിവന്റെ ആ ചൈതന്യത്തിന് നമ്മൾ എല്ലാവരും അവിടെ കരിക്കാണ് അഭിഷേകമായിട്ട് വരുന്നത്. ആ ശിവലിംഗത്തിൽ ആ കരിക്കൊഴിച്ച് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ചൈതന്യത്തിന് അത്രയും മീൻസ് ആ ഒരു എനർജിനെ കൂളായിട്ട് കൂളിംഗ് എഫക്റ്റ് ആക്കി എടുക്കണം. അതോടൊപ്പം നമ്മളും കൂളിംഗ് ആവും. നമ്മളെന്ത് കൊടുക്കുന്നോ അത് തിരിച്ചു വരുന്നു എന്ന പോലെ കൺസെപ്റ്റ് പോലെ നമ്മൾ തിരിച്ചു വരും. ആ ഒരു കൺസെപ്റ്റ് പോലെ നമ്മൾ ആ കരിക്ക് സമർപ്പണം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കും ആ ഒരു കൂളിംഗ് എഫക്റ്റ് വരുത്തുക എന്നുള്ളതാണ്. അത് നമ്മുടെ ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും ആ ഒരു ഊഷ്മളത. നമ്മൾ കരിക്ക് കുടിക്കുന്നത് തന്നെ എന്തിനാണ്? നമ്മുടെ രക്തശുദ്ധി, പല പല കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എനർജി ഫീലിംഗ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശിവൻ എപ്പോഴും ഹീറ്റായിരിക്കും, ചൂടായിരിക്കും. അപ്പോൾ ആ അതിന് എപ്പോഴും ശിവന് വേണ്ടത് എന്താണ്? ധാര, ശിവധാര, കൂളത്തിൻ്റെ അല്ല, അങ്ങനെ ധാര പോലെ. ഇത് അതുകൊണ്ടാണ് കരിക്കിൻ്റെ ഒരു സങ്കല്പം തന്നെ അവിടെ വന്നിരിക്കുന്നത്. അത് അവിടെ ഓരോ ജാതിയിൽപ്പെട്ട ആളുകളാണ് അവിടെ ഓരോ ചടങ്ങുകളും ഓരോരുത്തർക്കും ഓരോ അവകാശം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ചടങ്ങ്, ആ ഓരോ ദിവസവും 28 ദിവസവും ചടങ്ങുകളിലാണ്. കുറച്ച് ദിവസം സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. നമ്മൾ ആ ചടങ്ങുകളുണ്ട്, മകം തൊട്ടാണ് അത് അനുവാദം, അങ്ങനെ പല കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് അനുവാദമുള്ളൂ. കാരണം അത്രയും ശക്തമായ എനർജി ഫോഴ്സ് ആണ് അവിടെ ഉള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഉടവാളുമായി നടന്നു വരുന്ന അല്ല, അത് ആ ശരിക്കും ശിവന്റെ ചൈതന്യം വാളിലേക്കാണ്, വാളില് ക്ഷേത്രത്തിൽ നിന്ന് അത് കൊണ്ടുവന്ന് ഈ ഒരു ചടങ്ങ്, അത് പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകളെ കണക്ട് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് കൂടിയാണ് ശരിക്കും. ഒരുപാട് ആളുകൾ ആ വാളൊക്കെ ശരിക്കും വിറയ്ക്കുമെന്നുള്ളതാണ്. കൊട്ടിയൂരിലെ വാള് വൈബ്രേറ്റ് കൊണ്ടുവരുന്നതാണ്. ഒരു ഇതേപോലെ പല ക്ഷേത്രങ്ങളുണ്ട്, പല ക്ഷേത്രങ്ങളിൽ നിന്നാണ് കണക്ട് ചെയ്തിട്ട് അവിടെ എത്തിക്കുന്ന രീതികളാണ്. ആ കൊണ്ടുവരുന്ന വാള് ശരിക്കും വൈബ്രേറ്റ് ചെയ്യും. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാം. അപ്പം നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭഗവാനെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ഭസ്മത്തിൽ മൂടിയാണ്. ഓലപ്പുരയെല്ലാം താൽക്കാലികമാണ്. പക്ഷെ അതിൻ്റെ ചൈതന്യം ഒരു സ്ഥലത്ത് സ്ഥിരമായ ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഇപ്പുറത്തും കൂടി ഇക്കരയായിട്ടാണ് ചെയ്യുന്നത്. ക്ഷേത്രം അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇപ്പുറത്താണ്, എതിർവശത്താണ് നമ്മൾ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞത് കാര്യം, കൊട്ടിയൂരപ്പനെ നേരിട്ട് കണ്ടു എന്നാണ്. അദ്ദേഹം വഴിതെറ്റി, എന്ന് വെച്ചാൽ കൊടുവനമാണ്. ഒരു ടൈം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ വനത്തിനകത്ത് പെട്ടാൽ അറിയാമല്ലോ. അപ്പോൾ ഒരു കൊട്ടിയൂരപ്പൻ അവിടെ എത്തിയെന്നും ഒരു സാധാരണ ചെളി പറഞ്ഞൊരു കർഷകന്റെ വേഷത്തിൽ വന്നു എന്നും അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തിട്ട് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹം കണ്ട ആ രൂപം കണ്ടപ്പോൾ തന്നെ മൊത്തം ചെളിയും സാധാരണ ഒരു കർഷകന്റെ രീതിയിലാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് എങ്ങോട്ടാ പോകേണ്ടതെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ആളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി വഴി കാട്ടിയതാണ്. അല്ല, ഭഗവാന്റെ സാന്നിധ്യം ഉള്ള ഭൂമിയാണ്.
അതുകൊണ്ട് പല അനുഭവങ്ങൾ ഒരുപാട് ആൾക്ക് മറാക്ലസ് ആയിട്ട് പല പല അനുഭവങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം വിളിക്കുന്നവർക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയും. ആ ഭൂമിയിൽ അതിൻ്റെ ആ 28 ദിവസം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ വ്രതം എടുത്ത് ചെയ്യാണ്. വ്രതം എടുത്ത് പൂർണ്ണമായിട്ടും വ്രതമൊക്കെ എടുത്ത് പഞ്ചാക്ഷരി ജപിച്ച് നമ്മൾ പൂർണ്ണമായ ധ്യാനമോടുകൂടി പോവുകയാണെങ്കിൽ നമുക്ക് പല പല അനുഭവങ്ങൾ ലഭിക്കും. തീർച്ചയായും. ഇപ്പം അങ്ങ് പറഞ്ഞു ഇപ്പം 28 ദിവസം കഴിഞ്ഞാൽ ഭഗവാനെ ഭസ്മത്തിൽ മൂടി ചടങ്ങുകളെല്ലാം തീർന്ന് പിന്നെ അങ്ങോട്ട് ആരും പ്രവേശിക്കുന്നില്ല. പിന്നെ അടുത്ത വർഷത്തേക്കാണ് പോകുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യും. ഇനി അപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത ഒരു പ്രാവശ്യം പോയവർ പിന്നെയും പോകാനുള്ള ഒരു ത്വരയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയം, ഇപ്പം അങ്ങ് മഹാദേവ കണ്ടവട്ടിനും കുട്ടി ഇണക്കാനും അവിടെ ഒരു മെഡിറ്റേഷൻ ക്യാമ്പ് വയ്ക്കുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ അങ്ങ് കൊണ്ട് ചെയ്യിക്കണമെന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും അവിടെ അത്രയും വലിയൊരു ആഘോഷം നടക്കുന്നു, ഒപ്പം എനർജി വേൾഡാണ്. അപ്പോൾ അങ്ങ് ഈ മഹാദേവ കണ്ടമായിട്ട് അവിടെ എന്തിനാണത് അവിടെ തന്നെ ചെയ്യേണ്ട കാര്യം? വേറെ എവിടെയെങ്കിലും നമുക്ക് ചെയ്തുകൂടെ? അതിന് ചോദ്യമാണ്. തീർച്ചയായിട്ടും മഹാദേവൻ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത ടെക്നിക്കാണ് ശരിക്കും പിന്നീട് മിനിമാറ്റിലൂടെ നമ്മൾ ഈ ചെയ്യുന്ന പല ടെക്നിക്കുകളുടെയും ശരിക്കും ഹേതു മഹാഗുരു അല്ലെങ്കിൽ മഹാവതാരം മഹാദേവൻ തന്നെയാണ്. അപ്പോൾ മഹാദേവൻ ആദിഗുരുവാണ്. അത് യോഗശാസ്ത്രം ഏതിലും എന്തെടുത്താലും കൺസെപ്റ്റ് വരുന്നത് ദേവനാണ്. ആ ദേവൻ്റെ ഭൂമിയിൽ ആ ഊർജ്ജത്തിൻ്റെ ഭൂമിയിൽ തന്നെ എനിക്ക് ചെയ്യണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമാണ്. അത് മാത്രമല്ല എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടതും അവിടെ വെച്ച് ചെയ്യണം. അവിടെ വെച്ച് ഞങ്ങൾക്ക് ആ ശക്തിപദ് എന്നൊരു സംഭവം നമ്മൾ ശക്തിപദ് ആ മഹാദേവൻ്റെ ഊർജ്ജത്തെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയത് സ്ഥലം നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളത് പറഞ്ഞ നിമിഷം തന്നെ എൻ്റെ മനസ്സിലത് വലിയൊരു എന്താ പറയുക വലിയൊരു സംഭവം വലിയൊരു ആനന്ദം തന്നെ കിട്ടിയെന്നുള്ളതാണ്. എനിക്കൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പം ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ആളുകൾ പോകുന്നു, തൊഴുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, വീണ്ടും അവർ അവരുടെ ജോലിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു, പിന്നെ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണം. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും ആളുകളുടെ എനർജി കുറച്ച് ദിവസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക് അവരുടെ ചിന്തയിൽ തന്നെ മാറിപ്പോകും. പക്ഷേ ഇവിടെ നമ്മൾ റീചാർജ് ചെയ്യണം, അടുത്ത ഒരു വർഷത്തേക്കുള്ള റീചാർജിങ് പ്രോസസ്സ് പോലെ. അതായത് നമുക്ക് അവിടെ നിന്ന് ആ വിഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പരിസരത്ത് നിന്ന് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈ ഊർജ്ജം നമുക്ക് നിലനിർത്താനാണോ? തീർച്ചയായിട്ടും നമുക്ക് നിലനിർത്തി നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും നമ്മുടെ ബന്ധങ്ങളാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ജീവിതത്തിലെ ഏത് മേഖലകളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു ആ മഹാദേവൻ്റെ ഊർജ്ജം. അതിനർത്ഥം അവിടെ മാത്രമല്ല ലോകത്ത് എല്ലാവിടെയും ഉണ്ട്. പക്ഷേ ചില ഏരിയയിൽ അത് കൂടുതലാവും ചില സമയങ്ങളിൽ. അതിനുള്ള ചില സമയങ്ങൾ ഈ സമയം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ആഘോഷിച്ചപ്പോൾ അതിന് പർട്ടിക്കുലർ ടൈമുണ്ട്. ആ ടൈമിൽ കിട്ടുന്ന ഊർജ്ജത്തിനെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നമ്മൾ ഓരോരുത്തരുടെ ജീവിത വിജയത്തിന് യൂസ് ചെയ്യാൻ പറ്റും. കൊട്ടിയൂർ വെച്ച് തന്നെയാണോ? കൊട്ടിയൂർ വെച്ച് തന്നെയാണ് ഞാനത് ഇപ്രാവശ്യം എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ? അത് മഹാദേവ ഗണ്ഡം തന്നെയാണ്. അത് മഹാദേവൻ്റെ ഗണ്ഡം എന്ന് വെച്ചാൽ അതിൻ്റെ പല തലങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു സാധാരണ ഒരാൾ വരേണ്ടത് അവിടെ? അല്ല, ഇപ്പം ഞാനിപ്പോൾ അമ്പലത്തിൽ വരുന്നുണ്ട്, എങ്ങനെയാണ് ആ മെഡിറ്റേഷനിൽ ഞാൻ അമ്പല ദർശനം കഴിഞ്ഞിട്ടാണോ വരേണ്ടത്? എങ്ങനെയാണ് വരേണ്ടത്? അമ്പല ദർശനം കഴിഞ്ഞ് വന്നാൽ അത്രയും നമുക്ക് ഈസിയായി. കാരണം അവൻ്റെ ആ വരുന്നാളുടെ ഓറയിൽ അല്ലെങ്കിൽ അവരുടെ ചക്രങ്ങളിൽ ഒരുപാട് ശുദ്ധി എനിക്ക് എളുപ്പത്തിൽ അവർക്ക് കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ തന്നെ സാധാരണ നോർമൽ വരികയാണെങ്കിൽ അവരുടെ ഓറയെ ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് അവരുടെ ഉള്ളിലത്തെ നെഗറ്റീവ് എടുത്തു കളഞ്ഞ് റീപ്രോഗ്രാം ചെയ്ത് ഈ ദീക്ഷ കൊടുത്ത് ശക്തിപദ് കൊടുത്ത് ഇട്ടാണ് ഒരു 1 ഡേ പ്രോസസ്സാണ്. ഓൺലൈനാണെങ്കിൽ നമ്മളൊരു 12 days ഒക്കെ എടുക്കും. ഇത് നേരിട്ടാണെങ്കിൽ ഒരു 1 ഡേ പ്രോസസ്സ് കൊണ്ട് തന്നെ നമുക്കിത് ഫുള്ളി റീബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആകുമ്പോൾ അത് ഭഗവാനെ തൊഴുതിട്ട് നേരെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതും കിട്ടുന്നതും ഫാസ്റ്റ് തന്നെ ആയിരിക്കും. വൈകിട്ടാകുമ്പോഴേക്ക് തന്നെ അവന് അപ്ലിക്കേഷൻ ചെയ്ത് അവൻ്റെ ലൈഫിൽ വേണ്ടുന്നതെല്ലാം നേടാൻ പറ്റും. അപ്പോൾ അങ്ങും 28 ദിവസം അവിടെ ഞാൻ അവിടെ മുക്കാലും ഉണ്ടാവും. കാരണം ഈ ഒരു ഊർജ്ജത്തിൻ്റെ പിന്നിൽ തന്നെയാണ് ഞാനും. അപ്പോൾ സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ളവർ എന്നെ വിളിച്ചാൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്ത് അവർക്കൊരു സമയം കൊടുത്ത് ആ സമയത്ത് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഹീലിംഗ് സെഷൻസുകൾ കൊടുത്ത് അവരെ റീചാർജ് ചെയ്ത് വിടും. അതുമാത്രമല്ല ഒരു ഇതിനല്ല അടുത്ത കൊട്ടിയൂർ അടുത്ത ഉത്സവം നടക്കുന്നവരേക്ക് ഈ ചാർജ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ടെക്നിക്സ് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ശരിയാണ്. പലപ്പോഴും നമ്മൾ മക്കയിൽ പോകുമ്പോൾ പിന്നെ അതുപോലുള്ള വലിയ പള്ളികളിലൊക്കെ പോകുമ്പോൾ ആളുകൾ മക്കയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വ്രതം എടുത്തിട്ടൊക്കെയാണ് അവർ ആ ഒരു രീതിയിലൊക്കെ ജീവിച്ച് ദാനമൊക്കെ ധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് മക്കയിൽ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കൊട്ടിയൂർ വരുമ്പോഴും അത്തരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സാമ്പത്തികമായ സ്രോതസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ദാനധർമ്മം ചെയ്യണം. മാസത്തിൽ 120 ഭക്ഷണമെങ്കിലും കൊടുക്കണം. 120 ആളുകൾക്ക് അർഹിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുക. അത് മനുഷ്യനോ മൃഗങ്ങൾക്കോ നമ്മളതിൻ്റെ കണക്കുകൾ അതിൻ്റെ ടെക്നിക്സുകൾ ക്ലാസ്സിൽ സംസാരിക്കും. അപ്പോൾ മിനിമം 120 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കുകൾ എന്താ വെച്ചാൽ നമ്മൾക്ക് പണം വരണമെങ്കിൽ നമ്മൾ പണം കൊടുക്കണം. പല രീതിയിൽ ദാനമായിട്ട് കൊടുക്കണം. അങ്ങനെ പല സിസ്റ്റമുണ്ട്. നമ്മൾ ഇതൊക്കെ കൂടി ഫോളോ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ മണി ആണെങ്കിലും മീൻസ് വെൽത്ത്, റിലേഷൻഷിപ്പ് ആണെങ്കിലും ജീവിതത്തിലെ പല ബിസിനസ്
പല രീതികളുണ്ടല്ലോ, പല ഓരോരുത്തരും ഓരോ രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം, മനസ്സിൻ്റെ സന്തോഷം, സമാധാനം, നമുക്ക് ഐശ്വര്യം വേണം, അഭിവൃദ്ധി വേണം, സമൃദ്ധി വേണം, പല ചിന്തകളാണ്. അപ്പോൾ ഇതൊക്കെ എത്തണമെങ്കിൽ ആരുടെ ബ്ലെസ്സിങ്സ് വേണം? ആ ഈശ്വരൻ, മഹാദേവൻ, ദേവൻ്റെ ദേവൻ, എൻ്റെ കൺസെപ്റ്റ് എല്ലാം ദേവനാണ്, മഹാദേവനാണ്. അപ്പോൾ മഹാദേവൻ്റെ ആ ഒരു ഊർജ്ജത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മളും റെഡിയാവണം. അപ്പോൾ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പം സതീദേവിയുടെ അടുത്ത് ഭഗവാൻ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ റിലേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അച്ഛനാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക്? അല്ല, സതീദേവി പറഞ്ഞത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ചിലപ്പോൾ മനസ്സൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രമിക്കട്ടെ. കാരണം ലോകത്തിലെ ഏറ്റവും 33 മുക്കോടി ദേവതകളെയും ക്ഷണിച്ചിട്ടാണ് ഭൃഗു മഹർഷിയുടെ നേതൃത്വത്തിൽ എത്രയും ഹയർ ഫ്രീക്വൻസിയിലാണ് ഇത് നടക്കുന്നത്. ഇവർ രണ്ടാളും മാത്രം വിളിച്ചിട്ടില്ല എന്ന് മാത്രം. ശിവനെയും എന്താ പറയുക സതീദേവിയും വിളിച്ചിട്ടില്ല എന്ന് മാത്രം. ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് അച്ഛനോട് സംസാരിക്കാം, എന്തായാലും അച്ഛനല്ലേ ഞാൻ എൻ്റെ അച്ഛനോടൊന്ന് സംസാരിച്ചോട്ടെ, നീ പോയിക്കോളൂ. പക്ഷെ അച്ഛൻ എന്തെങ്കിലും മറുത്ത് പറയുക, എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ വഴിക്ക് വരണ്ട. അത് ഒരു ഭർത്താവ്, നോർമൽ ഒരു ഭർത്താവ് പറയുന്നതാണ്. കാരണം എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ നീ അതും പറഞ്ഞത് കേട്ടിങ്ങോട്ട് വരരുതെന്ന് ശിവൻ അല്ലെങ്കിൽ ഭഗവാൻ അത് പറഞ്ഞു. അപ്പോൾ പാർവതി എന്തായാലും മാറ്റിക്കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ നടന്നില്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ പുള്ളിക്കിൻ്റെ രോഷം, പുള്ളി പറഞ്ഞ അച്ഛൻ എന്ന റോളിലല്ല, ഞാനിപ്പോൾ യജ്ഞ അധികാരി എന്ന റോളിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും ഇവിടെ വരാൻ പറ്റില്ല, നിന്നെ വിളിച്ചിട്ടില്ല, നീ എന്തിനു വന്നു, പിന്നെ നീ അതിനുള്ള കഴിവില്ല. ശിവനെ പറ്റി അത്രയും വൃത്തികേടാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള മനുഷ്യനെയാണ് നീ കെട്ടിയത്, അതുകൊണ്ട് നിനക്കിവിടെ അലൗഡ് ഇല്ല. അങ്ങനെ ഒരുപാട് പറഞ്ഞു കേട്ടപ്പോൾ നാണം കിട്ടപ്പോൾ പിന്നെ പുള്ളിക്കാരത്തേക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്യും. ഇപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ചരിത്രമാണ്, അറിയുന്ന ചരിത്രമാണ്. ഇതെങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഒരു കുടുംബത്തിന് ഇതെങ്ങനെയൊക്കെ ഗുണം ചെയ്യും? ഇതൊക്കെ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ മഹാദേവനെ നോക്കുമ്പോൾ ശിവകുടുംബം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശിവകുടുംബം എന്താണ്? മഹാദേവൻ്റെ ചിന്ത ഒന്നും മാറിയാൽ എന്താണ്? മയിൽ പോയി പാമ്പിനെ കൊത്തും, പാമ്പ് പോയിട്ട് എലിനെ പിടിക്കും, ഗണേശൻ്റെ വാഹനം, ഇവരൊക്കെ വാഹനങ്ങൾ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. പക്ഷെ മഹാദേവൻ്റെ ഒറ്റ തോട്ടിലാണ് ഇവരൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. മഹാദേവ് ഒന്ന് ശ്രദ്ധ പോയാൽ പാർവതി കാളിയായി മാറും. പാർവതി കാളി ഒരു ദേഷ്യം ഭാവത്തിൽ, മുരുകൻ പ്രശ്നം ഉണ്ടാക്കും, ഗണപതി വേറെ പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെ മൊത്തം. പക്ഷേ ഇവരിനൊക്കെ ഒറ്റ മഹാദേവൻ്റെ ആ ഊർജ്ജമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവരെല്ലാം ശാന്തസ്വരൂപമായി ഹാപ്പി ഹെൽത്തി ഫോട്ടോ. നമ്മൾ ഫോട്ടോ എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ മഹാദേവനോട് ഭയങ്കര ലവാണ്. മീൻസ് ആ ഒരു പവർ ഭയങ്കര. ഇത് നമ്മുടെ വീട്ടിലുണ്ടാവണം. നമ്മുടെ വീട്ടിൽ നമുക്ക് പവർ ഉണ്ടോ? നമുക്ക് നമ്മുടെ ഭാര്യ കുട്ടി കൺട്രോൾ ചെയ്യാൻ നമുക്ക് തന്നെ പറ്റാറില്ല. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ അവിടെ ആക്കണമെങ്കിൽ ആ ഊർജ്ജം തന്നെ വേണം. ആ ശിവശക്തി ചൈതന്യം തന്നെ നമ്മുടെ ഉള്ളിൽ ഉണർത്തണം. അപ്പോൾ അതിനുള്ളൊരവസരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും കുട്ടിയൊരു മഹാദേവനെ കാണാൻ ചെല്ലുക, ആ ഒരു ഓടപ്പൂ വാങ്ങിക്കുക, വീട്ടിൽ സിംബോളിക്കലായിട്ട് ഓരോ ഹിന്ദുക്കളും മേടിച്ച് വയ്ക്കുക. നമ്മുടെ വീട്ടിലെ ഐശ്വര്യം, നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറയട്ടെ. അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പല ടെക്നിക്സുകൾ നമ്മൾ പഠിക്കണം ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇതിനൊക്കെയുള്ള വേദിയാണത്. ദൈവം അനുവദിച്ച് തന്ന ഒരു വേദി കൂടിയാണ്. ഈശ്വരൻ്റെ മഹാദേവൻ്റെ തന്നെ ആ ഒരു അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്നാണ് ഞാൻ സങ്കല്പം കൊടുക്കുന്നത്. എന്തായാലും കൊട്ടിയൂർ വരുന്നവർക്ക് വളരെ ഒരു ചൈതന്യം കിട്ടുന്ന രീതിയിലാണ് അവിടെ. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ എത്തുന്ന ആർക്കും കിട്ടുന്ന ഒരു അവസരമാണ് ശരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇപ്പോൾ എല്ലാവരും പഠിച്ചിട്ടൊന്നുമല്ലല്ലോ. എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ എത്തിയ ഭൂമിയിൽ നീരാട്ടം അത് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴേക്ക് തന്നെ ഇറ്റ് വിൽ ബി ഹാപ്പൻ. അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു ആനന്ദം, ഒരു ബന്ധം, ഒരു സ്നേഹം എല്ലാം വരാൻ തുടങ്ങും.